ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ച് ബിജെപി സംഘടിപ്പിക്കുന്ന രാപ്പകൽ സെക്രട്ടേറിയറ്റ് ധർണ അവസാനിച്ചു. സ്വർണ്ണമോഷണത്തിൽ നടപടി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. കനത്ത മഴയും അവഗണിച്ചാണ് നേതാക്കൾ സമരത്തിന്റെ ഭാഗമായത്. ദേവസ്വം മന്ത്രി കുറ്റം ചെയ്തിട്ടുണ്ടെന്നും പ്രത്യേക അന്വേഷണ സംഘം മന്ത്രി വാസവന്റെ പങ്ക് കണ്ടെത്തിയിട്ടുണ്ടെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഗുരുവായൂരിന് 25 കോടി കൊള്ള ചെയ്ത സർക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. മലബാർ ദേവസ്വം ബോർഡൊന്നും കൊള്ള ചെയ്ത സർക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ കൊള്ള ചെയ്ത ഈ സർക്കാർ മുഖ്യമന്ത്രി ഈ കൊള്ളയെ കുറിച്ച് എന്താണ് പറയുന്നത്? ഇത് വീഴ്ചയാണ്. ആ സമയം കഴിഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, കൊള്ളയെ കൊള്ളയായിട്ട് ഞങ്ങൾ കാണും. കൊള്ളക്കാരെ ഞങ്ങൾ അന്വേഷിച്ച് ജയിലയക്കും. ഞങ്ങൾക്ക് കൃത്യമായ ഇൻഫർമേഷൻ ഉണ്ട്. SIT തെളിവ് കണ്ടുപിടിച്ചിട്ടുണ്ട്. വാസവൻ മന്ത്രിന്റെ ഇതിന്റെ ഒരു റോൾ. അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ നോക്കണ്ട. ഞങ്ങളത് സമ്മതിക്കില്ല. കുറ്റം ചെയ്തിട്ടുണ്ട് ദേവസ്വം മന്ത്രി, കുറ്റം ചെയ്തിട്ടുണ്ട് ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡിനെ ഒരു ദല്ലാൽമാരുടെ സംസ്ഥാനമാക്കിയത് നമ്മുടെ ദേവസ്വം മന്ത്രിയാണ്. ഇതിന്റെ ഒരു കോൺസിക്വൻസ് കിട്ടണം. അത് ഞങ്ങൾ അതിനു വേണ്ടി സമരം ചെയ്യും. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു. ഇനിയും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യും. ഇതിനിടെ ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിനിടയിലേക്ക് മദ്യപിച്ച ഒരു ഓട്ടോ ഓടിച്ചു കയറ്റിയത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. പ്രവർത്തകർക്കിടയിലൂടെയാണ് ഓട്ടോ ഓടിച്ചു കയറ്റിയത്. പ്രകോപനം വലിയ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കി. പ്രവർത്തകരുമായി ഉന്തും തള്ളുമായതോടെ ഓട്ടോ ഡ്രൈവറെ പോലീസ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി. സാരംഗ്, ഇന്നലെ രാത്രിയിൽ കനത്ത മഴ, രാവിലെ വെയിലുണ്ടായിരുന്നു, അതിനിടയിൽ വീണ്ടും മഴ വന്നിരുന്നു. അങ്ങനെ പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ട് BJPയുടെ ഒരു വലിയ ശക്തമായ ഒരു പ്രതിഷേധമാണ് കണ്ടത്. ഈ ഒരു സമരം അവസാനിക്കുമ്പോൾ അങ്ങനെ എത്രത്തോളം ശക്തമായവരുടെ പ്രതിഷേധം അറിയിക്കാൻ കഴിഞ്ഞു എന്ന് കരുതാം? ശ്രീജ, ഇത് വളരെ വലിയൊരു ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു ഇവിടെ സെക്രട്ടേറിയറ്റിന് മുൻപിൽ BJP നടത്തിയത്. കാരണം കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി പെയ്ത കനത്ത മഴയിലടക്കം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഒപ്പം മുതിർന്ന നേതാക്കന്മാരും ഇവിടെ എത്തിയിരുന്നു. അവർ റോഡിൽ കുത്തിയിരുന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇന്ന് രാവിലെയും അദ്ദേഹം ഇന്ന് രാവിലെ നേരെ വിപരീതമായ കാലാവസ്ഥയായിരുന്നു. ആ കാലാവസ്ഥയിലും അദ്ദേഹം അണികളെ അഭിസംബോധന ചെയ്തും പ്രകടനങ്ങളിൽ പങ്കെടുത്തും മറ്റും ഇവിടെ തന്നെ സജീവമായി ഉണ്ടായിരുന്നു. ഒപ്പം മറ്റ് നേതാക്കന്മാർ, ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള മറ്റ് മുതിർന്ന നേതാക്കന്മാരടക്കം ഇവിടെ ഉണ്ടായിരുന്നു. 3 ഗേറ്റുകൾ ഉപരോധിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഇന്നലെ രാത്രി മുതൽ ഇന്ന് വൈകുന്നേരം 3 മണിയോട്, അതായത് ഏകദേശം 2 മണിയോട് വരെ ഉള്ള ഈ ഒരു പ്രതിഷേധം വലിയൊരു വിജയമായിട്ടാണ് BJP കണക്കാക്കുന്നത്. ഇത് സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തി. മാത്രമല്ല ഈ ഒരു തിരുവനന്തപുരം ജില്ലയുടെ പല മേഖലകൾ തിരിച്ചുള്ള പ്രവർത്തകരുടെ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു സമരമായിരുന്നു. അതായത് വലിയ ഇത്തരത്തിലുള്ള പോലീസുമായി മറ്റ് പ്രശ്നങ്ങളില്ല, സമാധാന പ്രശ്നങ്ങളില്ല, ഇത്തരം അക്രമ സംഭവങ്ങളൊന്നും തന്നെ ഇല്ല. അല്ലാതെ തന്നെ സർക്കാരിനെ സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധം. ഈ ഒരു വിശ്വാസികളെ ഈ ഒരു BJP ഈ ഒരു ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് BJP നേതൃത്വം എടുത്തിട്ടുണ്ട്. അതിന് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. മാത്രമല്ല ഇത് സമരപരിപാടികളുമായി മുന്നോട്ട് പോകുന്നു. ഇതൊരു തുടക്കം മാത്രമാണ് എന്ന തരത്തിലുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ BJPക്ക് സാധിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് മാത്രമല്ല, ഇതിൽ കൂടുതൽ അറസ്റ്റുകളിലേക്ക് കടക്കുന്ന സമയത്ത് ഈ ഒരു പ്രതിപക്ഷത്തിന്റെ അടക്കം മറ്റ് സമര രീതികളുണ്ട്. അതിനൊപ്പം തന്നെ BJPയും ഇതിൽ ഒട്ടും പിന്നോട്ടല്ല എന്നൊരു നയം വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ഇന്നലെയും ഇന്നുമായ നടന്നുകൊണ്ടിരുന്ന ഈ ഒരു പ്രതിഷേധം. അതിപ്പോൾ പരിപൂർണമായി അവസാനിച്ചിരിക്കുന്നു. പക്ഷേ വലിയൊരു ജനപങ്കാളിത്തം ഇതിലുണ്ടായിരുന്നു. മാത്രമല്ല ഈ ഒരു പ്രതികൂല കാലാവസ്ഥ, മഴയായാലും രാവിലെ കനത്ത വെയിലായിരുന്നു. ഇന്നലെ രാത്രിയിൽ നിന്നും തീർത്തും വിപരീതമായ ഒരു കാലാവസ്ഥയായിരുന്നു. ആ കാലാവസ്ഥയെ അവഗണിച്ചുകൊണ്ട് പ്രവർത്തകരും നേതാക്കന്മാരും ഇവിടെ അണിനിരന്നിരുന്നു. 3 ഗേറ്റുകൾ, കന്റോൺമെന്റ് ഗേറ്റ് ഒഴികെയുള്ള 3 ഗേറ്റുകൾ സമ്പൂർണ്ണമായും ഉപരോധിച്ചു. പോലീസിന്റെ വൻ സന്നാഹം ഉണ്ടായിരുന്നെങ്കിലും
പോലീസുമായി യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ ഈ ഒരു പ്രതിഷേധം കൃത്യമായി അറിയിക്കുക, അണികളെ ഒറ്റക്കെട്ടായി നിർത്തുക. അതിനൊരു കാരണം എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ്, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലൊക്കെ കൃത്യമായ ഒരു അജണ്ട, അതായത് ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു അജണ്ടയാക്കി എടുത്ത് അതൊരു വോട്ട് അതായത് ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ ലാഭത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം എന്ന ഒരു BJPയുടെ ഒരു കൃത്യമായ ഒരു പ്ലാനിംഗ് ഇവിടെ നടക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മാത്രമല്ല ഈ ഒരു വിശ്വാസ സമൂഹത്തെ ഇത് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അതായത് CPMൽ അടക്കമുള്ള വിശ്വാസ സമൂഹമുണ്ട്. സ്വർണ്ണക്കൊള്ള നടന്നു എന്ന തരത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് വലിയ കണ്ടെത്തലുകളുണ്ട്. ഇതെല്ലാം ഒരു രാഷ്ട്രീയ നേട്ടത്തിനപ്പുറത്തേക്ക് എത്തിച്ച് ഇതൊരു വോട്ടാക്കി മാറ്റുക എന്ന തരത്തിലേക്കാണ് BJPയുടെ തന്ത്രങ്ങൾ മെനയുന്നത്. ആ തന്ത്രത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് വളയിൽ പ്രതിഷേധം നടന്നതും തുടർ പ്രതിഷേധങ്ങൾ പ്രഖ്യാപനമുണ്ടായിട്ടുള്ളതും. ഇനി വരുന്ന ദിവസങ്ങളിലും സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും മറ്റും ഉണ്ടാകുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ അടക്കം പ്രതികരിച്ചത്. അതിന് തലസ്ഥാനമടക്കം സാക്ഷിയാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. ശ്രീജ, സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ ആരംഭിച്ച ശക്തമായ പ്രതിഷേധത്തിനാണ് കഴിഞ്ഞ 2 പകലുകളും 1 രാത്രിയും സെക്രട്ടേറിയറ്റ് നട സാക്ഷ്യം വഹിച്ചത്. ഇന്നലെ പെരുമഴയത്ത് സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ BJPയുടെ മുതിർന്ന നേതാക്കളെല്ലാം പെരുമഴയെപ്പോലും അവഗണിച്ച് പ്രതിഷേധവുമായി മുന്നോട്ട് പോയി. ഇന്നും അതേ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായുള്ള പ്രവർത്തകരെ എത്തിച്ചുകൊണ്ടുള്ള വലിയൊരു പ്രതിഷേധ പരിപാടിയാണ് BJP സംഘടിപ്പിച്ചത്. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാവുകയാണ്.